കല്യാണം കഴിക്കേണ്ടത് ശരിക്കും പ്രേമിച്ചിട്ടല്ല. കാരണം എന്താ വെച്ചാൽ പ്രേമിച്ചാൽ പിന്നെ ഗുണം ദോഷമൊന്നും മനസ്സിലാവില്ല. സ്നേഹമുള്ളവന്റെ ഏത് പ്രവർത്തനവും സന്തോഷകരമായിട്ടേ തോന്നുള്ളൂ, ദുഃഖകരമായി തോന്നൂല. ഒരു വിഷയത്തിന്റെ യാഥാസ്ഥിതി മനസ്സിലാവണമെങ്കിൽ മറ്റൊരാൾ കണ്ട് അന്വേഷിച്ച് ഓക്കെ ആക്കിയതിന് ശേഷം പോയി കാണുമ്പോഴേ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാവുള്ളൂ. ഇന്നിട്ട് പറ്റൂല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതേസമയത്ത് വിവാഹാലോചന നടത്തേണ്ടത് സ്വന്തമായിട്ടല്ല, ശരിക്ക് മാതാപിതാക്കളാണ്. അതുകൊണ്ട് കല്യാണം നടത്തേണ്ടത് പ്രേമിച്ചിട്ടല്ല. ഇന്നിപ്പോ രക്ഷിതാക്കളെ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. പ്രേമിക്കുന്ന ആളുകള് പ്രേമിക്കപ്പെടുന്ന പെൺകുട്ടികളോട് സുന്നത്ത് നോമ്പ് നോൽക്കാൻ വരെ ഉപദേശിക്കുന്ന കാലാണ് ഇപ്പൊ ഇന്ന്. ഹത്തം തീർക്കാൻ പറയാ, സലാത്തിൽ ദ്വാരക്കാൻ പറയാ, ഇതൊക്കെയാണ് പുതിയ പ്രേമത്തിന്റെ പരിപാടികൾ. അതുകൊണ്ട് പെൺകുട്ടി ഇപ്പൊ തഹജ്ജുദൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് ഓനായിട്ട് പരിചയപ്പെട്ടതിന് ശേഷമാണ്. അതുകൊണ്ടാണ് കെട്ടിച്ചു കൊടുക്കാന്ന് വാപ്പാര് തീരുമാനിക്കരുത്. കാരണം പ്രണയവിവാഹം പരാജയപ്പെടും എന്നതിന് 99.55% ഉറപ്പാണ്. ലോക ചരിത്രത്തിൽ അറിയപ്പെട്ട പ്രണയങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാൻ നിങ്ങൾ, അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ള പല കാര്യങ്ങളും യാഥാർത്ഥ്യമല്ല. ഞാൻ ഇപ്പൊ ഈ അടുത്ത് എല്ലാവരും പറയുന്ന ഒരു ചരിത്രമാണ് ലൈല മജ്നുവിന്റെ ചരിത്രം. കൈസി എന്ന് പറയുന്ന ഒരാൾ ലൈലയെ സ്നേഹിച്ചു. അങ്ങനെ അവസാനം ലൈല മരണപ്പെട്ടപ്പോൾ ഖബറുകൾ ചെന്ന് പൊട്ടിക്കരഞ്ഞു. അവിടെ വെച്ച് തൽക്ഷണം മരണപ്പെട്ടു, അവിടെ തന്നെ മറവ് ചെയ്തു എന്നാണ്. അള്ളാന്റെ ദുന്യാവിലെ എവിടെ തെരഞ്ഞാലും ഈ ലൈലാന്റെയും കൈസിന്റെയും ഖബറ് കാണൂല. കാരണം ഈ ജീവിതത്തിന്റെ പശ്ചാത്തലം പറയുന്നത് അറബ് നാടാണ്, സൗദി അറേബ്യയാണ്. നമ്മൾ നെറ്റിലടിച്ചാൽ ഒരു ലൈലന്റെയും കൈസിന്റെയും ഖബറ് കിട്ടും. അതിവിടെ ഹരിയാനയിലാണ്. വെറുതെ പേരിട്ടതാണ്. സത്യത്തിൽ ലൈല എന്ന് പേരായിട്ടും കൈസി എന്ന് പേരായിട്ടും ഒരാള് ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടില്ല. അതൊരു അറബി ക്ലാസിക്കൽ നോവലാണ്. എന്ന് പറഞ്ഞാല് അറബി ക്ലാസിക് നോവൽ പറഞ്ഞാലേ ചില ആൾക്കാർ പറയലുണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിൽ പള്ളിൻ്റെ അടുത്ത് ഒരു ഹൈദർമാങ്ങാക്ക് കച്ചവടം ചെയ്തിരുന്നു. അപ്പോൾ അസർസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്കൊരു മധുരമില്ലാത്ത ചായ വേണം. അപ്പോൾ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു എനിക്കൊരു പൊടിയില്ലാത്ത ചായ വേണം. അപ്പോൾ വേറൊരാൾ എനിക്കൊരു ലൈറ്റ് ചായ, അപ്പോൾ ഒരാൾ സ്ട്രോങ് ചായ എന്ന് പറയുമ്പോൾ ഹൈദർമാങ്ങാക്ക പറഞ്ഞു ഈ സെഞ്ചിൻ്റെ ഉള്ളിൽ കൂടി ഒരു ചായ വരും, അതാണ്ട് തരാം എന്ന് പറഞ്ഞു. ഇതെല്ലാവരും പറഞ്ഞൊരു കഥയാണ്. എല്ലാവരും അവനാൻ്റെ നാട്ടിലുണ്ടായി എന്നാണ് പറയാം. സത്യത്തിൽ ഇത് എവിടെ ഉണ്ടായത്? ഇത് എവിടെയും ഉണ്ടായിട്ടില്ല. സത്യത്തിൽ ഈ സംഗതി എവിടെ ഉണ്ടായിട്ടില്ല. എല്ലാവരും അവനാൻ്റെ നാട്ടിൽ ചേർത്ത് കണ്ട് അങ്ങനെ പറഞ്ഞൊരു കഥയാണ്. ഇങ്ങനെയുള്ള കഥകൾക്കാണ് ക്ലാസിക്കൽ നോവലുകൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ക്ലാസിക്കൽ നോവലാണ് യഥാർത്ഥത്തിൽ ആ കഥ എന്ന് പറഞ്ഞത്. അതൊക്കെ വായിച്ചുകാണ്ടും കേട്ടുകാണ്ടും കുട്ടികൾക്ക് തോന്നാണ് ലൈലാന്റെയും കൈസിന്റെയും മാതിരി ആവണം എന്ന്. ഇതാണ് സംഭവം. അപ്പൊ അതുകൊണ്ട് അവരെങ്ങനത്തെ കഥകൾ വായിക്കുന്നു, കേൾക്കുന്നു, അതെല്ലാം വിശ്വസിക്കുന്നു. അതുകൊണ്ട് ശക്തമായ ബോധവൽക്കരണങ്ങൾ നടത്തേണ്ടതുണ്ട്. ആൺകുട്ടികൾക്കും വേണം, പെൺകുട്ടികൾക്കും വേണം. നമ്മളെ കുട്ടികൾ പരാജയപ്പെടുന്നത് നമ്മളല്ലാതെ വേറെ ആരാ നോക്കുക? അതുകൊണ്ട് ആ കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടിയും പറയട്ടെ. ഈ പ്രണയവിവാഹങ്ങൾ നടക്കുന്നതിനൊരു കാരണമുണ്ട്. തുടക്കത്തിന് നമ്മളിങ്ങനെ പറയും കുറച്ചൊക്കെ ഇങ്ങോട്ട് യോജിച്ച് വരികയാണെങ്കിൽ നടത്തി കൊടുക്കായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഓല മനസ്സ് പറയും അപ്പൊ കുറച്ചൊക്കെ യോജിപ്പില്ലാത്തതാണ് പ്രശ്നമില്ല, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയും. അതായത് നമ്മൾ പറയും കുടുംബം കൊണ്ടൊക്കെ ആണെങ്കിലൊക്കെയാണ് നടത്തായിരുന്നു എന്ന് പറയുമ്പോൾ കുട്ടികളെ മനസ്സെന്താ പറയാ, കുടുംബം കൊണ്ടൊക്കാത്തതാണ് അപ്പൊ കുഴപ്പം, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലേ, അതെനിക്ക് കുഴപ്പമില്ല, എന്നാ പിന്നെ നടത്തിക്കാളി എന്ന് പറയും. പിന്നെന്താ പറയേണ്ടത്? ഹറാമിൽ തുടങ്ങിയത് നരകത്തിലല്ലാതെ അവസാനിക്കുകയില്ല എന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാനത് നടത്തി തരൂല എന്ന് ഏതെങ്കിലും ഒരു വാപ്പ പറയാൻ തയ്യാറുണ്ടെങ്കിൽ അവിടെ നിൽക്കുക പരിപാടി. നമ്മളത് പറയാൻ തയ്യാറില്ലാത്തതാണ് പ്രശ്നമായത്. എന്താ അങ്ങനെ പറയേണ്ട ആവശ്യം? പ്രണയവിവാഹം പരാജയപ്പെടും. പ്രണയവിവാഹം ഒരുപാട് കാരണങ്ങളെ കൊണ്ട് പരാജയപ്പെടും. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ചോദിക്കും ഇനിയിപ്പോൾ കെട്ടിയവരെന്താ കാട്ടുക എന്ന്. അതിൻ്റെ മറുപടി അത് സ്വകാര്യത്തിൽ ചോദിക്കേണ്ട ചോദ്യമാണ് എന്നുള്ളതാണ് മറുപടി. എല്ലാം ചോദ്യം പരസ്യമായിട്ട് ചോദിക്കാൻ പറ്റിയതല്ലല്ലോ. അപ്പം അത് സ്വകാര്യത്തിൽ ചോദിക്കേണ്ട ചോദ്യമാണ് ആ ചോദ്യം എന്നതാണ് അതിൻ്റെ മറുപടി. അപ്പം ഞാൻ അവസാനിപ്പിക്കാം. അപ്പം ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ പുതിയ തലമുറ വൈവാഹിക ജീവിതത്തിൻ്റെ അന്തസ്സത്ത എന്താണ് എന്ന കാഴ്ചപ്പാടിൽ നിന്ന് പിറകോട്ട് പോയിട്ടുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. വായനകൾ, കേൾവികൾ, സീരിയലുകൾ, അഭിനയങ്ങൾ, സിനിമകൾ, പാട്ടുകൾ, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ അതിന് വന്നിട്ടുണ്ട്.
കോടാനക്കോടി മനുഷ്യന്മാർ ഭൂമിയിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു പോയിട്ടുണ്ട്. കോടിക്കണക്കിന് മനുഷ്യന്മാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 1-2% വരുന്ന അസ്വസ്ഥതകളെ പർവ്വതീകരിച്ച് കുട്ടികളെ ബോധ്യപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. പുതിയ തലമുറക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കുടുംബജീവിതം വേണ്ടാന്ന് വെച്ചതുകൊണ്ടാണെന്നാണ് പഠിപ്പിക്കണത്. സത്യത്തിൽ പുതിയ തലമുറക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കുടുംബജീവിതം വേണ്ടാന്ന് വെച്ചിട്ടൊന്നും ഉണ്ടായതല്ല. സമ്പത്ത് കൊണ്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട്, സാംസ്കാരികമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്, സൗകര്യങ്ങളെ കൊണ്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പഴയ തലമുറ കഞ്ഞിയിൽ വറ്റ് തെരഞ്ഞിരുന്നവരാണ്. ഞമ്മക്കെന്ന് ആർക്കും ചോറിന് ബുദ്ധിമുട്ടില്ലാത്തവരാണ്. അതിൻ്റെ മാറ്റം എല്ലാത്തിലും ഉണ്ടാവും. അത് കുടുംബജീവിതം ഉണ്ടായിട്ടുണ്ട് എന്നേ ഉള്ളൂ. അല്ലാതെ കുടുംബജീവിതം ഇല്ലാത്തതുകൊണ്ട് മാറിയതോ പണ്ട് കുടുംബജീവിതം ഉണ്ടായതുകൊണ്ട് അടങ്ങാറായതോ അല്ല. അപ്പൊ പഴയകാലത്ത് അങ്ങനെയായിരുന്നു, പുതിയ കാലത്ത് ഇങ്ങനെയാണ്. അതിനാൽ ആ പഴയ കാലം ആവർത്തിക്കാൻ പാടില്ല. പഴയതെല്ലാം കുടുംബബന്ധം കൊണ്ടുണ്ടായതാണ്, അതുകൊണ്ട് കുടുംബം അനുസരിച്ച് ജീവിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഫിലോസഫികൾ ഓതി 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 കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം. ആ കോഴ്സിൽ കീശയിലുള്ള പൈസ കൊടുത്തിട്ട് നമ്മളെ കുട്ടികളെ നമ്മളും ചേർത്ത് കൊണ്ടിരിക്കുന്ന കാലത്ത് ഇഞ്ഞെന്താ കാട്ടുക എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതൊക്കെ തന്നെയാണ്. ഒഴിവുള്ള ദിവസങ്ങളിൽ കുട്ടികളെ വിളിച്ചു വരുത്തിയിട്ട് കഴിവുള്ള ആളുകളെ കൊടുന്ന് ക്ലാസ് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കുക. ഇബാദത്തുകളോട്, ഇസ്ലാമിക കാഴ്ചപ്പാടുകളോട്, മുത്തുനബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്ലാമിക വിശ്വാസങ്ങളോടൊക്കെ താല്പര്യം ഉണ്ടാക്കുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ് ഇസ്ലാമും സ്ത്രീകളും. പറഞ്ഞു കേട്ടാൽ തോന്നും ഇസ്ലാമിലെ എല്ലാ കാര്യത്തിലും സ്ത്രീകൾക്ക് പ്രത്യേക നിയമമാണ് എന്ന്. സത്യത്തിൽ അങ്ങനെയല്ല, നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അനന്തരാവകാശമൊക്കെ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീക്കും പുരുഷനും അവകാശം ലഭിക്കുന്ന 40-ൽ അധികം സ്ഥലങ്ങൾ ഇസ്ലാമിക ദായക്രമത്തിലുണ്ട്. ഇസ്ലാമിലെ അനന്തരാവകാശ നിയമത്തിൽ 40-ലധികം സ്ഥലങ്ങളിൽ 3 കോടി മസ്അലകളാണ് ഇസ്ലാമിലെ അനന്തരാവകാശത്തിന്റെ മസ്അല എന്ന് പറയുന്നത്. 1-2 കാര്യമല്ല. അത് നമ്മൾ അതിൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും. ഇപ്പം അനന്തരാവകാശ നിയമങ്ങളുടെ സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. 3 കോടിയിലധികം ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം. 1-2 കാര്യമല്ല. അതിൽ സ്ത്രീയും പുരുഷനും സ്വത്ത് ഭാഗിച്ചെടുക്കുന്ന 40-ലധികം സ്ഥലങ്ങൾ വരും. അതിൽ ഒരു സ്ഥലത്ത് പുരുഷന്റെ പകുതിയാണ് സ്ത്രീക്കുള്ളത്. ഇതാണ് ഇപ്പൊ ഈ വലുതാക്കിയ സാധനം. ഇത് ഇങ്ങനെ പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. അതെന്തേ? അതിൻ്റെതായ ചില കാരണങ്ങളുണ്ട് എന്നതാണ്. ആ കാരണം കൃത്യമായി കുട്ടികളെ പഠിപ്പിച്ചിരിക്കണം. ഇസ്ലാമിലെ എല്ലാ നിയമത്തിലും സ്ത്രീയും പുരുഷനും വ്യത്യാസമൊന്നുമില്ല. അപൂർവമായ ചില വിഷയങ്ങൾ, ശരീഅത്തിന്റെ അഹ്കാമുകൾ പരിശോധിച്ച് നോക്കിയാൽ വളരെ കുറഞ്ഞ വിഷയങ്ങളിൽ, ജിനായാത്തുകൾ, ഇടപാടുകൾ പരിശോധിച്ചാൽ അതിൽ തന്നെ പലതും നിരുപാധികം നിരോധിക്കപ്പെട്ടിട്ടില്ല. ചിലത് ഉപാധികളോടുകൂടെയാണ് നിരോധിച്ചിട്ടുള്ളത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി കുട്ടികളെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ നടക്കണം. പറയാനുള്ളൊരു കാര്യം ഇത് മാത്രമാണ്, സംഘടിപ്പിക്കാനാണ് മാനേജിംഗ് കമ്മിറ്റിക്ക് കഴിയുക, കമ്മിറ്റിക്കാർക്ക് കഴിയുക. നിങ്ങളെ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നതിൻ്റെ പേരിലാണ് അവർ ഇന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു പരിധിവരെ ബോധ്യപ്പെടുന്ന തരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഇതിൻ്റെ റെക്കോർഡിംഗ് ഉണ്ട്, അത് വീട്ടിലെ സ്ത്രീകളെയും കേൾപ്പിച്ചു കൊടുക്കണം. അങ്ങനെ നിർബന്ധപൂർവം കുട്ടികളെ പോയേ പറ്റുള്ളൂ എന്ന് വാശി പിടിച്ചിട്ട് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ്സുകൾക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ നിർബന്ധമായിട്ടും പറഞ്ഞേക്കണം, പഠിപ്പിക്കണം. ഇത് ഞാൻ പറയുമ്പോൾ ഒരു അബദ്ധമുണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ ഇവിടുന്ന് പ്രീ മാരിറ്റൽ കോഴ്സിന് ഒരു ഏജ് നിശ്ചയിക്കും. ഉദാഹരണം, സാധാരണഗതിയിൽ 8ാം ക്ലാസ് മുതൽ വിവാഹം വരെ എന്നാണ് നിശ്ചയിക്കുക. അപ്പോൾ ചില വാപ്പാർക്ക് തോന്നും എൻ്റെ 3ാം ക്ലാസ്സിലെ കുട്ടി പിന്നെ പഠിക്കണ കുട്ടി ഒന്നാണ് പോയിട്ട് ഓളൊന്നാണ് പഠിച്ചോട്ടെ എന്ന്. ഒരു കാര്യം അതുകൊണ്ടില്ല കേട്ടോ. കാര്യത്തല്ല. എന്താ വെച്ചാൽ എല്ലാ വിഷയവും എല്ലാവർക്കും ബോധ്യപ്പെടുന്നതല്ല. ഇപ്പോൾ വൈവാഹിക ജീവിതം 3ാം ക്ലാസ്സിലെ കുട്ടിനോട് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? ആ കുട്ടി ഒരു 7 കൊല്ലം കഴിഞ്ഞിട്ട് നോക്കാമെന്നല്ലാതെ. അതുകൊണ്ട് 8ാം ക്ലാസ് മുതൽ വിവാഹപ്രായം എന്ന് പറഞ്ഞാൽ ആ പ്രായത്തിലുള്ളവർക്ക് മാത്രമേ അത് ഉപകാരം ചെയ്യുള്ളൂ, അല്ലാത്തവർക്ക് അതുകൊണ്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് നിയമം നിർബന്ധമായും പാലിക്കണം. അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രമല്ല, ഇപ്പം നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഈ പ്രസംഗിക്കണതിൻ്റെ ഒരു സ്വാതന്ത്ര്യം എന്തുകൊണ്ടാ വെച്ചാൽ ഇവിടെ കുട്ടികളില്ലാത്തതുകൊണ്ടാണ്. ഞാനിപ്പം ഈ പ്രസംഗിക്കുന്ന ഈ പ്രസംഗത്തിൻ്റെ സ്വാതന്ത്ര്യം, ഇന്ന് വർക്കിംഗ് ഡേ ആണ്, ഇവിടെ കുട്ടികളില്ല എന്നുള്ളതാണ്. കുട്ടികളുടെ സാന്നിധ്യത്തിലാണെങ്കിൽ ഇത്ര ഓപ്പണായിട്ട് നമുക്കിത് പ്രസംഗിക്കാൻ കഴിയൂല. ഇതേ പ്രശ്നം നമ്മളൊരു പ്രത്യേക ഏജ് ഗ്രൂപ്പിനെ വിളിച്ചിട്ട് ക്ലാസ് എടുക്കുമ്പോൾ അതിലൊരു 4 ചെറുത് വെട്ടാൽ ക്ലാസ് എടുക്കുന്നവർക്ക് ഉണ്ടാവും.
1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ആൾക്കാർക്ക് ഒന്നിച്ച് ക്ലാസ് എടുക്കാൻ കഴിയൂലല്ലോ. അതുകൊണ്ട് നിശ്ചയിക്കപ്പെട്ട ഏജ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ അഭിപ്രായത്തിൽ കമ്മിറ്റി എങ്ങനെ നിശ്ചയിച്ചതെന്ന് അറിയില്ല. നല്ലത് ഒന്നുകിൽ 10-ാം ക്ലാസ് മുതൽ വിവാഹം വരെ, അല്ലെങ്കിൽ പരമാവധി താഴത്തേക്ക് പോന്നാൽ 8-ാം ക്ലാസ് മുതൽ വിവാഹം കഴിയുന്നത് വരെയുള്ള കുട്ടികൾക്ക് പ്രീ മാരിറ്റലും, വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടി ഉള്ളത് വരെയുള്ളവർക്ക് പോസ്റ്റ് മാരിറ്റൽ കോഴ്സുകളും നടത്തലാണ് ഏറ്റവും നല്ലത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഏതായാലും ഹൈറായ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാവരും മുന്നോട്ട് വരണം. മഹല്ല് കമ്മിറ്റി മുന്നോട്ട് വന്നിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണയുണ്ടാവണം. സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവനിഷ്ടപ്പെടുന്ന സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും നമ്മളെല്ലാവരെയും ഖൈറിന്റെ അഹ്ലുകാരിൽ അല്ലാഹു ചേർക്കട്ടെ. പറഞ്ഞതും കേട്ടതുമൊക്കെ അവൻ ഇഷ്ടപ്പെടുന്ന സാലിഹായ അമലായി നമ്മളിൽ നിന്ന് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ.